രണ്ടുപേരും വലിയ വലിയ ബിഗ് ബോസ് കയറട്ടെ, സിനിമയിൽ കയറി. പിന്നെ ക്യാപ്കോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ഓരോ ഡ്രസ് എല്ലാം തന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നു. ഏതെങ്കിലും കല്യാണത്തിന് പോവാനെങ്കിൽ ഡ്രസ്സെങ്കില് ഇവര് ക്യാപ്കോ ഷോപ്പ് ഹെൽപ്പും ചെയ്യും. അവര് നല്ല ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നല്ല വെറൈറ്റി വില കുറച്ചിട്ടല്ല, നല്ല കാസർഗോഡ് നല്ല ചെല്ലിന് വില തന്നെ എടുത്തില്ല. ഇല്ല, കാസർഗോഡിന് നല്ല സൂപ്പർ ആലപ്പുഴ എറണാകുളത്ത് ഇവിടെയുള്ള എറണാകുളത്തും കണ്ണൂരൊക്കെയുള്ള ഷോപ്പുകളൊക്കെ ഇപ്പം ഈ കൊറിയറായിട്ട് ഡ്രസ്സൊക്കെ ആയിരുന്നു. ഇനിയിപ്പം കൊറിയർ പറഞ്ഞാൽ തന്നെ കണ്ണൂരുള്ള ഒരു ഷോപ്പ് വരെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഈ ആഴ്ച എത്തും, കൊറിയറായിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷൂ, ഇത് ഡ്രസ്സ് എല്ലാം, ബാഗി ഫാൻ അതെല്ലാം. നിങ്ങൾ തമ്മിൽ ഇല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആരോട് ഇവൻ നന്നായി നമുക്ക് സന്തോഷാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മളെ തൊട്ടിട്ട് ഒരാൾ ഞങ്ങൾ 2 വർഷം ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങനെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അതിലാണ് അതിന് ഈ തിയേറ്ററിന് മുമ്പേ കിംബോയിന് ഈ തിയേറ്ററിൽ വരുന്നതിന് മുമ്പേ കിംബോയിനെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ കിംബോയിനെ ഞാൻ കൊടുന്നിട്ട് അവനെ ഇവിടെ ചാടി തുള്ളെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കിംബോയോട് പറഞ്ഞിട്ടില്ല. അവന്റെ എനർജി കൊണ്ട് അവന് ആ സമയത്ത് അവൻ ചെയ്യുന്നു. അത്ര തന്നെ. ബിഗ് ബോസിൽ പേരെ പോവാൻ സംശയം തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞാല് അവനെ അറിയാം. ഈ ഒരാള് സ്റ്റാൻഡേർഡും ഒരാള് എങ്ങനെയെന്ന് നോക്കുന്ന പിന്നെ ജനങ്ങൾക്കും അറിയാം അവൻ എങ്ങനെയാണ്. പക്ഷെ ആ കണക്കിന് തോന്നുന്നില്ല ബിഗ് ബോസില്. കാരണം എന്ത് പറഞ്ഞ് ഈഗോ അടിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ബിഗ് ബോസ്, അവന് വേണ്ടിട്ടല്ലല്ലോ. അവൻ വന്നാൽ ആർക്ക് വേണ്ടിട്ട്? ജനങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു ജനങ്ങളല്ലേ. അപ്പൊ ആര് തീർമാനിക്കണ്ടേ? ആര് തീർമാനിക്കണ്ടേ? സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് അവര്. അല്ലാതെ പെരേരയായിട്ട് അവര് ഒരുമിച്ച് അവര് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച അങ്ങനെ അവന്റെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ഇപ്പൊ 6 റീച്ച് ആയിട്ട് അവനെ കൂടെ അവൻ പറയുന്നുണ്ട്. റീച്ച് ആയിട്ട് അവന്റെ കൂടെ വീഡിയോ എടുത്തിട്ട് അവന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെയല്ല തിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞു രേണുസുധിക്ക് ബിഗ് ബോസിലെത്തി അവനെ കൂടെയെന്ന്. അപ്പൊ അതും തിങ്ക് ചെയ്യാലോ. റീച്ച് അങ്ങനെ കൊറേ പേർക്കുണ്ട്. അപ്പൊ റീച്ചിലല്ല അതിലുള്ളത്. വീട്ടുകാരെ എല്ലാരും തെറി വിളിക്കും. തെറിക്ക് നമുക്ക് പ്രാധാന്യം. അത് അവരെ പോലെ നമ്മളല്ല. അപ്പൊ തെറി വിളിക്കുന്നവർ എന്തും തെറി വിളിച്ചെങ്കിൽ നമുക്ക് സന്തോഷം. ഇനിയും തെറി വിളിച്ചോണ്ടിരുന്നോട്ട്. ഒരു കട്ട തൊലി അങ്ങോട്ടും അല്ലെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ തൊലി എത്രയാണ്. അതുണ്ട്. നമ്മ കയറി വരുന്നത് അഞ്ചോസിന് ഇപ്പൊ നമ്മ കൊച്ചായിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ലെവലിൽ എത്തിച്ചാ പറ്റി. നമ്മ അത്ര ദൂരത്തുനിന്ന് ഇവിടെ സിനിമക്കെല്ലാം വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ആടെ വന്നിട്ടെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വരണ്ടെന്നും തിയേറ്റർ ഓണറും നമ്മള് ഓർക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ അവനെ പോലെ അല്ലാന്ന്. അവർക്ക് കുറെ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അപ്പൊ അവര് കാണുമ്പോ നമ്മളെങ്ങനെയെന്ന് അവർക്ക് അറിയാൻ പറ്റും. നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും പറ്റും. പിന്നെ നമ്മളോട് നിങ്ങൾ തിയേറ്ററിൽ വരണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പോയ ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മ അങ്ങനെ ചെയ്യില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യൂല. അവിടെ ചെയ്യണ്ട. ഓക്കെ അപ്പുറത്തുനിന്ന് വന്നിട്ട് ഒരു വീഡിയോ എടുക്കണ ഡാൻസ് എടുക്കാൻ കുഴപ്പമില്ല. തിയേറ്ററിൽ വേണമെങ്കിൽ പ്രശ്നമില്ല. എല്ലാം ഒരേ പാറ്റേണിലാണ് വീഡിയോസ് എല്ലാം
കോസ്റ്റ്യൂം മാറുന്നുള്ളൂ, സ്റ്റെപ്പ് മാറുന്നില്ല. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റ് കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ പിന്നെ കാര്യം ഇങ്ങനെ കുത്തി ഇങ്ങനെ മേലോട്ട് പൊക്കിയൊക്കെ അതൊക്കെ കാണുന്നില്ലേ? കാലൊക്കെ ഇങ്ങനെ പൊക്കി അങ്ങനെയുള്ള സ്വന്തമായി കഴിയുന്ന ആശയങ്ങളുണ്ട്. വണ്ടി അത് അപ്പൊ നമ്മളൊരു തമാശക്ക് ഒരു വെറൈറ്റി കാണിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അല്ല ഇങ്ങനെ ഒരു വെറൈറ്റി എടുക്കാന്ന് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ സിനിമയിലെങ്കിലും നമ്മ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നു. ചില ആള് കോമഡി വേഷത്തിൽ കളിക്കുന്നവർ കോമഡി വേഷം കളിക്കുന്നു. ഇപ്പൊ സിനിമയിൽ നമ്മ പോയാൽ ഈ വേഷം ചെയ്യണമെങ്കിൽ നമ്മ ചെയ്യും. അപ്പൊ അവിടെ കോമഡിയാവോ? പ്രിയപ്പെട്ടതാണ്. എനിക്ക് എന്റെ കുടുംബം നോക്കിയിട്ടാണ് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. അവന്റെ ദോഷം കിട്ടുന്നത് ദോഷം കിട്ടട്ടെ എന്നാണ് ഞാൻ കണ്ടത്. അതോടൊക്കെയാണ് കിബോയ് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിബോയുടെ കാണിക്കുമ്പോൾ കിബോയ് നിങ്ങളെ അതായത് എല്ലാവരും ഇപ്പൊ ആദ്യമേ തന്നെ വീഡിയോ ചെയ്തിരുന്ന ആളാണ് കിബോയ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ കിബോയ്ക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഇതുപോലെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? തകർക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നോക്കട്ടെ. നമ്മളായിട്ടുള്ള രീതിയിൽ കോമളത്തരല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിലല്ലേ പോകണം. നിങ്ങൾ ആരും ഉപദ്രവിക്കില്ല, ഒന്നും ചെയ്യുന്നു. നിങ്ങൾ ആളുകളെ എന്റർടൈൻ ചെയ്യും. അതുമാത്രമേ ഇപ്പൊ നമ്മള് ഞാൻ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എന്റെ രീതിയിൽ എന്റെ ക്ലാസ്സിൽ പോയാല് അവിടെ ഇപ്പൊ വേറെ രീതിയിൽ ഡാൻസിങ് എന്തെല്ലാം ഉണ്ടാവും. അപ്പൊ അത് കോമഡിയല്ലേ അല്ലേ? അത് ആരും കാണുന്നില്ല. നമ്മ പബ്ലിക് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് അല്ലെങ്കിൽ